ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഈസ്ബ്രൂക്ക് കൺട്രി പാർക്കിലാണ്. ഇതൊരു നേച്ചർ റിസർവ് പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം കേട്ടോ. ഈ പാർക്കിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 84 ഹെക്ടറാണ്. ഇത് ഈ നേച്ചറിനെ അവരിങ്ങനെ തന്നെ സംരക്ഷിച്ച് വെച്ചേക്കുവാണ്, ഒരു മാറ്റവും വരുത്താതെ. അതിനിടയിൽ കൂടെ ആൾക്കാർ നടക്കുന്ന ഈ നടപ്പാതകൾ ചിലയിടത്ത് ഇങ്ങനെ ചെറിയ തടികളൊക്കെ വെച്ച് ഫെൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലേക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെയുള്ള വഴികളിൽ. കാരണം ഇതിനകത്ത് ഒരുപാട് ലേക്കുകളുണ്ട്, ഒത്തിരി ലേക്കുകളുണ്ട് പല സ്ഥലത്തായിട്ട്. എന്നിട്ട് ആ ലേക്കിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നടപ്പാതകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം കുറച്ച് ഫെൻസ് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പാർക്കിൽ, ഈ നേച്ചറിൽ അവർ വലിയ പണികളൊന്നും ചെയ്യുമോ, നേച്ചറിനെ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങളൊരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതാണ്, ഞാനും സുനിലേട്ടനും കൂടെ. ഞാൻ ഒറ്റയ്ക്കാണ് നടക്കാൻ വരുന്നതെങ്കിൽ ഈ പാർക്കിലേക്ക് വരാറില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ നടക്കാൻ. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഈ കാടായതുകൊണ്ട് എനിക്ക് പേടി എങ്ങോട്ട് വരാൻ. അപ്പോൾ അടുത്ത് വേറൊരു പാർക്കുണ്ട്, അവിടെയാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ സുനിലേട്ടനുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ചിലപ്പോൾ ഞാനും കുട്ടികളും കൂടെ വരാറുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എനിക്ക് വഴി തെറ്റിപ്പോകാറുണ്ട്. ഞാനും മക്കളും കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്നൊന്നും അറിയാൻ വയ്യാതെ ഞങ്ങൾ വഴി തെറ്റി ഒരു പ്രാവശ്യം ഒരു 3 മണിക്കൂർ ഇതിനകത്ത് കിടന്ന് കറങ്ങി ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് ഇതിനകം കാണാൻ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വള്ളിക്കുടിൽ പോലുള്ളൊരു സ്ഥലമാണ്. ഇതിനകത്ത് വന്നാലേ അറിയുള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പ്രത്യേക വൈബാണ് ഇതിലേക്കൂടെ നടക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റയ്ക്ക് ഇതുവഴി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വരാത്തത്. ഇതിനകത്ത് ഒരുപാട് പൂമരങ്ങൾ നിൽപ്പുണ്ട്. പല പല ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആൾക്കാർക്കൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ആരും സ്കിപ്പ് ചെയ്ത് പോയേക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, അതാണ് വലിയ വെളിച്ചമില്ലാത്ത വീഡിയോയ്ക്ക്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 6:30 മണിയോടടുത്തിരുന്നു. പിന്നെ ഇവിടെ അസ്തമയം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയെങ്കിലും വെട്ടം കിട്ടുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പല പല ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ചിലയിടത്ത് അരയന്നങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ ഡോഗ് വാക്കിന് വന്നേക്കുന്നവരുണ്ട്. അങ്ങനെ പല പല ആക്ടിവിറ്റീസായിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഒരു അരയന്നം ഇങ്ങനെ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് നീന്തി തുടിച്ച് വരുന്നുണ്ട്. പുള്ളി നമ്മുടെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുക. അങ്ങനെ ആ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു സൈഡിലിരുന്നൊരു മുയൽ പുല്ല് തിന്നുന്നുണ്ട്. ഇഷ്ടംപോലെ മുയലുകളുണ്ട് ഇതിനകത്ത്. പക്ഷേ നമുക്കവരെ വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടത്തില്ല. നമ്മുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അവർ ഓടിപ്പൊക്കളയും. പക്ഷേ ഇന്നിപ്പോൾ ഒരാളെ ഇങ്ങനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഒരുതരം മണ്ണിൻ്റെ കളറായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റില്ല. കുട്ടിയൊക്കെ ഇവിടെ വന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം വരുമായിരുന്നു ഇവിടെ. ഈ വഴിയുടെ ഈ വഴിയുടെ 2 സൈഡിലും ലേക്കാണ്. അതിൻ്റെ സൈഡിലിങ്ങനെ അവർ ഫെൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നടന്നു പോകാൻ. എന്ത് ഭംഗിയല്ലേ! നാട്ടിൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടായിന്ന് വരില്ല. നമ്മുടെ ഓപ്പോസിറ്റ് 2 ആൾക്കാർ വന്നത് ഞാൻ സൈഡിലേക്ക് ഒഴിഞ്ഞത്. നല്ല ഒരു കൊന്നപ്പൂ പോലത്തെ പൂ പൂത്ത് നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ചെടി.
ഇവിടെ ഒരാൾ ഫിഷിങ്ങിന് വന്നിരിക്കുവാണ്, ടെൻറ്റൊക്കെ കെട്ടി. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഇതിനകത്ത്. അവർ രാവിലെ മുതലേ വന്ന് ടെൻറ്റൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കും, മീനൊക്കെ പിടിച്ച് വൈകുന്നേരമാണ് ഇവിടുന്ന് പോകുന്നത്. ഇത് ഇവരുടെ ഒരു ഹോബിയാണ്. അപ്പോൾ ഒരാളെയും അയാളുടെ ടെൻറ്റിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഇതുപോലത്തെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും പൂമരങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ കുതിരകളെ അവർ പുല്ല് തിന്നാൻ വിട്ടേക്കുവാണ് ഈ ഫീൽഡിലോട്ട്. ഈ ഫീൽഡിൻ്റെ 4 ചുറ്റും ഫെൻസ് വെച്ചിട്ടുണ്ട്, കാരണം കുതിരകൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്ന കുതിരകളായതുകൊണ്ട് തന്നെ വളരെ ഫ്രണ്ട്ലിയാണ്, നമ്മളെങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. മക്കൾ വരുമ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ക്യാരറ്റും ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായില്ലേ, അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇതിനേക്കായി ഇഷ്ടം ഗാഡ്ജറ്റിൻ്റെയൊക്കെ മുൻപിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് 2 പേരും ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. സുനിലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്, നീ കുതിരയുടെ പുറകിൽ പോയി നിൽക്കല്ലേ, തൊഴിൽ മേടിക്കും. പക്ഷെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചില്ല. അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുതിരകളെ കാണാൻ. കുറേയേറെ കുതിരകൾ അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. നമ്മുടെ പുറകിൽ കൂടെ ഒരു റെയിൽ ട്രാക്കും ഉണ്ട്. C2Cയുടെ ട്രെയിനാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. വീണ്ടും കുറച്ച് മേലൂട്ടന്മാർ അവിടെ ഇരിപ്പുണ്ട്, ഒളിച്ച് നിന്ന വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പോകും ഇവിടെ നിന്ന്. ആ ഉണങ്ങിയ കമ്പുകളുടെ കളറും മുയലിൻ്റെ കളറും ഒരുപോലെ ആയതുകൊണ്ട് അവരെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല രസമാണ് ഇതിനകത്ത് നടക്കാൻ വരുമ്പോൾ. ഇങ്ങനത്തെ അനിമൽസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഫീലാണ്. അതുപോലെ പക്ഷികളുടെ ഒച്ച. ഇതിനകത്ത് ബേർഡ് വാച്ചിങ്ങിന് ആൾക്കാർ വരാറുണ്ട്, കാരണം ഒരുപാട് പക്ഷികളുണ്ട് ഇതിനകത്ത്. ഇത് നമ്മളിപ്പം വെളിയിലേക്ക് എത്താറായി. ഇത് ആ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് ഒരു കഫേയും കുട്ടികളുടെ ഒരു പാർക്കും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഇട്ടിരുന്ന് കളിക്കാം. പകൽ സമയങ്ങളിലാണെങ്കിൽ ഈ കഫേ ഇപ്പം ഇന്നിപ്പോൾ സൺഡേയുമാണ്, അതുപോലെ ഇത്രയും സമയമായതുകൊണ്ട് അവർ 5 മണിയാകുമ്പോൾ ഈ കഫേ ക്ലോസ് ചെയ്യും. പിന്നെ അതുപോലെ ഈ സൈഡിൽ ഒരു ഓപ്പൺ ജിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വന്ന് എക്സസൈസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസും ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, അസ്തമയം ആവാറായി. ഇപ്പം നമ്മളെപ്പോലത്തെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ പാർക്കിൽ. എല്ലാവരും കൂടെ തയ്യാറായിട്ടും ഈ അരയന്നങ്ങൾ മാത്രം ഇങ്ങനെ പോകാതെ നിൽപ്പുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കൂ, എല്ലാവരും നമ്മളെ കണ്ടുകൊണ്ട് വരുവാണ്. നമ്മളവർക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും, പക്ഷേ ഇന്ന് ഞങ്ങൾ ഫുഡൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇതൊന്നും വീഡിയോ എടുക്കാനും ഒന്നും പ്ലാൻ ചെയ്ത് വന്നതുമല്ല, ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ അത് കാരണം കയ്യിലൊന്നും കരുതിയിട്ടില്ല അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുവാണ്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.